ഹായ് നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ. 2 വർഷം മുന്നേ മരണപ്പെട്ടു പോയ കൊല്ലം സുധി എന്ന കോമഡി ആർട്ടിസ്റ്റിന്റെ വൈഫാണ് ഞാൻ. നാടകരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ സിനിമ, ആൽബം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടൊക്കെ പ്രവർത്തിച്ചു വരുന്നു. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത്. യാദൃച്ഛികമായിരുന്നു. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. സോ അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് എന്താ പറയുക, വിമർശനങ്ങളും അതുപോലെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഒക്കെ കിട്ടി തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ട്. എല്ലാവർക്കും, പോസിറ്റീവ് പറയുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും നെഗറ്റീവ് കമന്റ്സിനും എല്ലാത്തിനും ഒരുപാട് എന്താ പറയുക, നന്ദി പറയുന്നു. എന്റെ മനസ്സാക്ഷിക്ക് വിരോധമായിട്ട് രേണു സുധി ഒന്നും ചെയ്യില്ല. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. ഈ ഏഴിന്റെ പണി ഞാനും കൂടെ നേരിടാൻ തയ്യാറാണ്. കാരണം ഞാനും ഈ ബിഗ് ബോസ് ഹൗസിലെ ഒരു അംഗമായിട്ട് ഇന്ന് മാറുകയാണ്. സോ ഞാൻ തയ്യാറാണ്. നന്മ മരമേ, നിന്റെ അടവ് ഞാൻ എടുത്ത് അടുപ്പത്തിടും. കാണാ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പറഞ്ഞ വാക്കിന് എന്തായാലും ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പാടില്ലെന്നാണ്. പിന്നെ അതുപോലെ നമ്മൾ ആരാണോ എന്താണോ അത് നമ്മളായിട്ട് തന്നെ അവിടെ ബിഹേവ് ചെയ്യുക. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തടവ്? വേറൊരു ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച വരെ പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി. വേഗം സ്ഥലം വിട്. ഇനി ഒറ്റ സമയം കളയണ്ട. എനിക്ക് തെറി വിളിക്കുന്ന ഇഷ്ടമല്ല. എന്നെ തെറി വിളിക്കുന്ന എനിക്ക് ദേഷ്യമാണ്. ഭയങ്കര കലിപ്പൂര് തന്നെ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. അപ്പൊ അഥവാ സംഭവിച്ച നമുക്ക് തിരിച്ചു വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മളത് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, ഇയാൾ ആരാ? എന്റെ തന്തയാണോ താജുദ്ദീൻ? അല്ലല്ലോ, താജുദ്ദീൻ തന്തയൊന്നും അല്ല. ഇനി ഒരു കാര്യം, ഇയാളെ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ? പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത്? എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം? താനാണോ എനിക്ക് തന്നത്? താങ്ക്സ് മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.